ഏവർക്കും ഡോക്ടേഴ്സ് കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടേഴ്സ് കഫേ ചർച്ച ചെയ്യുന്ന വിഷയം കണങ്കാൽ വേദന അഥവാ ഹീൽ ആൻഡ് ആങ്കിൾ പെയിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലെ സ്പോർട്സ് മെഡിസിൻ മേധാവിയും ഓർത്തോപീഡിക് സീനിയർ സർജനുമായ ഡോക്ടർ റിയാസ് സാറാണ്. സർ, സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, പൊതുവെ നമ്മൾ ഈ കണങ്കാലിന് മടമ്പിനൊക്കെ വേദന വരാറുണ്ട്. നമ്മുടെ സ്പോർട്സ് മെഡിസിനിൽ എങ്ങനെയാണ് അത് വിശദീകരിക്കാൻ പറ്റുക? എന്താണ് അതിൻ്റെ കാരണങ്ങൾ? കണങ്കാൽ വേദന, അതായത് ആങ്കിൾ പെയിൻ, ഹീൽ പെയിൻ, ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമുക്കതിന് മുമ്പായിട്ട്, കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇത് ആങ്കിൾ ഫൂട്ട് മോഡലാണ്. ഇതിൻ്റെ കുറച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഈ കാണുന്നത് ടിബിയ എന്ന് പറയുന്ന ബോണാണ്. ഇതിൻ്റെ പേര് ഫിബുല. ഓക്കെ. പിന്നെ വരുന്നത് ആങ്കിൾ ജോയിൻറ്റിൽ വരുന്ന ബോണാണ് ടാലസ് എന്ന് പറയുന്ന ബോണ്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് കാണുന്ന ഒരു വലിയ ബോണാണ് കാൽക്കേൻ എന്ന് പറയും, ഹീല്. ബാക്കിയുള്ളെല്ലാം ഫൂട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോണുകളാണ്. അപ്പോൾ ആങ്കിൾ ജോയിൻ്റ് എന്ന് പറയുന്ന ആസച്ച് ആങ്കിൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടിബിയ, ഫിബുല, അതുപോലെ ടാലസ്, ഈ 3 ബോണും കൂടെ വരുന്ന ജോയിൻ്റെ പേരാണ് ആങ്കിൾ ജോയിൻ്റ്. അതിൻ്റെ കൂടാതെ ഈ ടിബിയ, ഫിബുല രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ജോയിൻ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ പേരാണ് സിൻഡസ്മോട്ടിക് ജോയിൻ്റ്. ഓക്കെ. അപ്പോൾ ഇത് 3 കൂടെ വരുന്ന ഒരു ബോണ് എല്ലാം കൂടെ വരുന്നതാണ് ആങ്കിൾ ജോയിൻ്റ്. ഓക്കെ. അപ്പോൾ ഇതിന് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും 2 സൈഡിലായിട്ടും ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ട്രക്ചേഴ്സ് അനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം. മുൻവശത്ത് വരുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. മുൻവശത്ത് ഈ ബോൺ ജോയിൻ്റ് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ വരുന്ന ഭാഗമാണ് സൈനോവിയം ക്യാപ്സ്യൂൾ എന്ന് പറയും, കവറിങ്. അതിന് ശേഷം വരുന്ന ഭാഗമാണ് ടെൻഡൻ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ എല്ലോ ആയിട്ട് ചേരുന്ന ഒരു തിക്കായിട്ടുള്ള വള്ളി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. വള്ളി പാട എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഈ വള്ളികൾ എന്നാണ് സാധാരണ, വള്ളികൾ, ഞരമ്പുകൾ എന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ടെൻഡനുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻഡനാണ് ടിബിയാലിസ് ആൻറ്റീരിയർ എന്ന് പറയും. അതായത് ആങ്കിൾ ജോയിൻറ്റ് മുകളിലേക്ക് പൊക്കാൻ ഉപയോഗിക്കുന്ന ടെൻഡനാണ് ടിബിയാലിസ് ആൻറ്റീരിയർ. ഓക്കെ. ഇപ്പോൾ ടിബിയാലിസ് ആൻറ്റീരിയറിന് സാധാരണഗതിയിൽ ഇഞ്ചുറി പറ്റാറുണ്ട്. ക്രോണിക്കായിട്ട് മൈക്രോ ട്രോമ, റിപ്പീറ്റഡായിട്ട് ട്രോമ വന്നു കഴിഞ്ഞാൽ ഈ ടിബിയാലിസ് ആൻറ്റീരിയർ ടെൻഡിനൈറ്റിസ് എന്ന് പറയും. അതിന് ചെറിയ ചെറിയ ഇഞ്ചുറി വന്നിട്ട് അതിന് ഇൻഫ്ലമേഷൻ വന്ന് വരുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ വരുന്ന വേറെ ടെൻഡൻസാണ് ഈ ബാക്കിയുള്ള ടോസ് എല്ലാം പൊക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് ബിഗ് ടോ, തള്ളവിരലും ബാക്കിയുള്ള വിരലുകളൊക്കെയാണ്. അതിന് എക്സ്റ്റൻസർ ടെൻഡൻസ് എന്ന് പറയും. ഓക്കെ. ഇത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ നെർവുകളുണ്ട്, അതുപോലെ രക്തക്കോലുകളുണ്ട്. ഓക്കെ. ഇതിനെല്ലാം ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി സ്പോർട്സ് ഇഞ്ചുറിയിൽ. ഓക്കെ. പിന്നെ ഇത് കൂടാതെ വരുന്ന ഒരു സ്പോർട്സ് ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ എന്ന് പറയും. അതായത് ഇവിടെ ടാലസ് എന്ന് പറയുന്ന ബോൺ ഉണ്ടല്ലോ, അത് യൂഷ്വലി ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഉണ്ടാവും. സാധാരണ വരുന്നൊരു ഇഞ്ചുറിയാണ് ഫുട്ബോളിൽ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി. അതിലാണ് സ്പ്രെയിൻ ഉണ്ടാവുക, അതുപോലെ ഫ്രാക്ചറുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ ഇവിടെ ഈ ടാലസ് എന്ന് പറയുന്ന ബോണിൽ ഈ സ്പ്രെയിനെ കൂടാതെ ഇവിടുത്തെ തരുണാസ്ഥി പറയില്ലേ, തരുണാസ്ഥി, ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ വരും. അതിൻ്റെ തരുണാസ്ഥി അവിടെ ഡാമേജ് വരാം. അതിൻ്റെ പേരാണ് ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് അസോസിയേറ്റഡ് ആയിട്ട് ഇഞ്ചുറി വന്നിട്ട്, പിന്നെ ഇഞ്ചുറി ഇല്ലാതെ തന്നെ ഈ ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ വരാം. അത് പെയിൻ വരാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഈ ടാലസ് എന്ന് പറയുന്ന ബോണ് ഒരുപാട് ഏരിയ ഈ തരുണാസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മസിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്തോട്ടം കുറയാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ബോണാണത്. ഓക്കെ. അതിന് ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഓസ്റ്റിയോകോണ്ടൽ ലീഷൻ എന്ന് പറയുന്നത്
ക്രോണിക് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. പലപ്പോഴും നമുക്ക് സ്പ്രെയിനായിട്ട് ഇനീഷ്യലി അത് ട്രീറ്റ് ചെയ്യും, പെയിൻ മാറില്ല. അങ്ങനെ ക്രോണിക് പെയിനായിട്ട് പേഷ്യൻ്റ് ഓരോ ഹോസ്പിറ്റലും കയറി അടുത്ത ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വേദന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് റിപ്പീറ്റ് എക്സ്റേ എടുക്കാം. റിപ്പീറ്റ് എക്സ്റേ എടുത്ത് അതിന് സ്റ്റേജസ് ഉണ്ട്. എക്സ്റേ വൈസ് സ്റ്റേജസ് എന്ന് പറയുന്ന 4 സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി MRI എടുക്കാം. MRI ആണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ഡയഗ്നോസിസ് നമുക്ക് ഇതിനെ ഓസ്റ്റിയോകോൺഡ്രൽ ലീഷന് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേജ് 1, 2 ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് ഒരു 6 to 8 വീക്സ് ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഹീൽ ചെയ്യാം. ബട്ട് 3, 4 ഒക്കെ ആണെങ്കിൽ അത് യൂഷ്വലി ഈ ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ലീഷനാണെങ്കിൽ അത് ഹീൽ ചെയ്യാറില്ല. അപ്പോൾ അത് സർജറി ആയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അത് തന്നെ 2 രീതിയിലുള്ളത്. അതിൻ്റെ സൈസിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ലെസ് ദാൻ 1 centimeter സൈസ് ആണെങ്കിൽ ഒരു ലൂസ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അത് ആർത്രോസ്കോപ്പി വഴി ലൂസ് ഫ്രാഗ്മെൻറ്റ് റിമൂവ് ചെയ്യാം. പിന്നെ വരുന്നത് ഫ്രീ ഫ്രാഗ്മെൻറ്റ് ബട്ട് മോർ ദാൻ 1 centimeter സൈസ്. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. ഓപ്പൺ ആയിട്ട് ചെയ്ത് അത് ഫിക്സ് ചെയ്യാം. ഒരു ബോണിലേക്ക് വെക്കുന്ന ടൈപ്പ് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അവിടെ പോയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഓസ്റ്റിയോകോൺഡ്രൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഇതാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പറയുന്നത്. ഇതാണ് ഈ മുൻവശത്ത് വരുന്ന സ്ട്രക്ചേഴ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കുറഞ്ഞ വാക്കുകളിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ആക്ച്വലി ഓരോ ടോപ്പിക്കും ഓരോ സ്ട്രക്ചേഴ്സും ഓരോ വലിയ ടോപ്പിക്കുകളാണ്. എല്ലാം കൂടെ ഒന്നിച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആൻറ്റീരിയറിൽ കാണുന്ന, അതായത് ഫ്രണ്ട് വശത്ത് കാണുന്ന സ്ട്രക്ചേഴ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനും കൂടെയാണ് ഫുട്ബോളേഴ്സ് ആംഗിൾ എന്ന് പറയും. ഇത് ക്രോണിക്കായിട്ട് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബാക്ക് ഫുട്ട് ഷൂട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കൂടുതലും ആംഗിള് താഴോട്ട് വന്ന് സഡനായിട്ട് ഫോഴ്സിൽ ഇങ്ങനെ പൊക്കി വയ്ക്കുന്ന ബാക്ക് ഫുട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ അവിടെ ഈ ലിഗ്മെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ബോണി സ്പർ എന്ന് പറയും, ബോണി പ്രൊജക്ഷൻസ് വരും. അപ്പോൾ അത് ഈ ബോണും ഈ ടിബിയ എന്ന് പറയുന്ന ബോണും തമ്മിൽ അത് ഇങ്ങനെ ടച്ച് ചെയ്യും, റബ്ബ് ചെയ്യും, ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയും. അതാണ് ഒരു ഫുട്ബോളേഴ്സ് ആംഗിൾ വരുന്നത്. ഓക്കെ, ആക്ച്വലി അത് തേയ്മാനല്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് ട്രോമ വന്ന് അവിടെ ഒരു ബോണിൻ്റെ ഒരു പ്രൊജക്ഷൻ വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് ഫുട്ബോളേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അടുത്ത ഭാഗം നോക്കാം, മീഡിയൽ സൈഡ് എന്ന് പറയും, അതായത് ഇന്നർ സൈഡ്. ഇന്നർ സൈഡിൽ വരുന്ന ബോണിൻ്റെ ഈ ടിബിയ എന്ന് പറയുന്ന ബോണിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. അതിൻ്റെ പേരാണ് മീഡിയൽ മാലുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫ്രാക്ചർ ഉണ്ടാവാം, ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചറിയിൽ അതിന് ഫ്രാക്ചർ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ, ഒട്ടും മാറിയിട്ടില്ലാത്ത ഫ്രാക്ചർ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ട്രീറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ഓരോ വീക്കിലും അതിൻ്റെ എക്സ്റേ എടുത്തിട്ട് കൺഫേം ചെയ്യണം അത് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അതർവൈസ് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യണം. ഓക്കെ, ബട്ട് ഇനീഷ്യലി ഓപ്പറേഷൻ വഴി അത് ഫിക്സ് ചെയ്യണം. പക്ഷേ നമ്മൾ ഇനീഷ്യലി അത് ഡിസ്പ്ലേസ് ചെയ്ത് കാണുകയാണെങ്കിൽ വേറൊരു ഡൗട്ടും വേണ്ട, അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണം. അതർവൈസ് അത് ഹീൽ ചെയ്യില്ല, ബോൺ യുണൈറ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് മീഡിയൽ മാലുലസിൻ്റെ ഫ്രാക്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഇവിടെ ലിഗമെൻ്റ് ഉണ്ട്, ഡെൽറ്റോഡ് ലിഗമെൻ്റ് എന്ന് പറയും. ഇത് ഈ ബോണ് ഈ എല്ലോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഡെൽറ്റോഡ് ലിഗമെൻ്റ്. ഓക്കെ, ഇതാണ് ഒരു മോസ്റ്റ് കോമൺ ആയിട്ട് ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചറിയിൽ വരുന്ന ഒരു ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ഒരു ടെൻഡൻ ഉണ്ട്, ടിബിയാലിസ് പോസ്റ്റീരിയർ എന്ന് പറയും. ഇതിൻ്റെ പുറകു സൈഡുകളിലൂടെ വന്ന് ഈ ബോണുമായിട്ട് ഈ 2-3 ബോണായിട്ട് അറ്റാച്ച് ചെയ്യും, ടിബിയാലിസ് പോസ്റ്റീരിയർ എന്ന് പറയും. ഇത് കൂടുതലും ഇതിൻ്റെ അസുഖങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. ഓക്കെ,
അത് കൂടുതലും കാണുന്നത് ഫ്ലാറ്റ് ഫുട്ട്, പതിഞ്ഞ പാദങ്ങൾ കാണുന്ന സ്ത്രീകൾക്കൊക്കെയാണ് കൂടുതൽ കാണുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് മൈക്രോ ട്രോമയാണ് അതിനൊരു റീസൺ. സ്ട്രെച്ച് ചെയ്തിട്ട് അതിന് ഇൻഫ്ലമേഷൻ വന്ന് അതിന് ടെൻഡിനോപ്പതി എന്ന് പറയും. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഓക്കെ, അതിൻ്റെ പേരാണ് ടിബിയാലിസ് പോസ്റ്റീരിയർ ഇൻസഫിഷ്യൻസി എന്ന് പറയും. അതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനീഷ്യലി സ്റ്റേജ് 1 and 2 നമുക്ക് ബ്രേസ് കൊടുക്കാം, ഫിസിയോതെറാപ്പി ചെയ്യാം, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യാം, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നോക്കാം ഇനീഷ്യലി. ബട്ട് സ്റ്റേജ് 3-4 ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും യൂഷ്വലി ബെനിഫിറ്റ് ഉണ്ടാവാറില്ല. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ചെയ്യാവുന്നത് ആ ഭാഗത്തെ സൈനോവിയം, അത് കവറിങ് എല്ലാം എക്സസൈസ് ചെയ്ത് കളയാന്ന് പറയും, അത് ചെയ്യാം. പിന്നെ ടെൻഡൻ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയും. ടെൻഡൻ അതിന് പകരം വേറൊരു ടെൻഡൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് ടെൻഡൻ ട്രാൻസ്ഫർ എന്ന് പറയും, അത് ചെയ്യാം. പിന്നെ ചെയ്യാവുന്നത് ആർത്രോഡസിസ് എന്ന് പറയും. ആർത്രോഡസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസഫിഷ്യൻസിയിൽ വരുന്നത് അത് കാരണം ഈ ജോയിൻ്റ് ഓവർ സ്ട്രെച്ച് ഔട്ട് ആവും. അപ്പോൾ സ്ട്രെച്ച് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി അത് ആർത്രോഡസിസ്, അത് രണ്ട് ജോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആർത്രോഡസിസ്. പിന്നെ ഈ ഇൻസഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞില്ലേ, പതിഞ്ഞ പാദം ഉണ്ടാവും. അതിന് അക്വേർഡ് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവാനുള്ളൊരു കാരണമാണ് ഈ ഇൻസഫിഷ്യൻസി ഓഫ് ടിബിയാലിസ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് എന്ന് പറയും, അതായത് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ കാൽക്കേൻ എന്ന് പറയുന്ന ഭാഗം അതൊരു സൈഡിലേക്ക് തന്നെ വളയും ഒരുപാട് നാൾ കഴിഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള സർജറി ചെയ്യാം. അത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ വളഞ്ഞിരിക്കുന്നത്? അത് നമുക്ക് നിന്ന് കഴിഞ്ഞിട്ട് ടോല് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങും. അതുപോലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൽക്കേൻ എന്ന് പറയുന്ന ബോൺ ഒരു സൈഡിലേക്ക് തന്നെ വളഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഇത് സർജറി ചെയ്തിട്ട് അത് ഓസ്റ്റിയോട്ടമി എന്ന് പറയും, ഓസ്റ്റിയോട്ടമി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു സർജറി ചെയ്യാനുള്ളത്. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ഫുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബോണിൻ്റെ ഈ ഫുട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഇന്നർ സൈഡ് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഭാഗം കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും, ഈ ഭാഗം കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് കുറഞ്ഞ ഭാഗം ഈ ഔട്ടർ സൈഡ് അതിന് ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്ന സർജറികൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഈ കാലിക്കേനത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സർജറികൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു മീഡിയൽ സൈഡിൽ ഒരു സ്ട്രക്ചറും കൂടി പറയാനുണ്ട്, ഇപ്പോൾ ഒരു നെർവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇന്നർ സൈഡിൽ യൂഷ്വലി കാണുന്ന ഒരു പ്രോബ്ലമാണ് ആ ഭാഗത്തുള്ള തരിപ്പ് വേദന ഉണ്ടാകുന്നത്. അത് പലപ്പോഴും മിസ്സാവുന്നതാണ്. എല്ലാവരും ഇനീഷ്യലി സ്പ്രെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകും. പക്ഷേ അതൊരു നെർവ് കംപ്രസ് ചെയ്തിട്ടുണ്ടാകുന്നൊരു പ്രോബ്ലമാണ്. അതിൻ്റെ പേരാണ് ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഇന്നർ സൈഡിലുള്ള സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസീസസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി വരുന്നത് ഔട്ടർ സൈഡിൽ ഇതിൻ്റെ പേരാണ് ലാറ്ററൽ മാലിയോളസ്. ഈ ബോണിൻ്റെ പേര് ഫിബുല, അതിൻ്റെ എൻഡിൻ്റെ പേരാണ് ലാറ്ററൽ മാലിയോളസ് എന്ന് പറയും. ഓക്കെ, ഇതിന് ഫ്രാക്ചർ ഉണ്ടാവാം. ഇതിൻ്റെ ഫ്രാക്ചർ ഡിപ്പെൻഡ്സ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അൺഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ പ്ലാസ്റ്റർ വെച്ച് ട്രീറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ് ചെയ്യാണ് ആംഗിൾ ജോയിൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മസ്റ്റായിട്ട് സർജറി ചെയ്യണം. കാരണം ഇവിടെ ഒരു സിൻഡസ്മോട്ടിക് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ്റ് ഉണ്ട്, അത് വൈഡായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് സർജറി ചെയ്ത് അത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അതാണ് ബോണായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ലിഗമെൻറ്റ്സ് ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചുറി വരുന്ന ലിഗമെൻ്റാണ് ആൻറ്റീരിയർ ടാലോ ഫിബുലാർ ലിഗമെൻ്റ് എന്ന് പറയും. ഒരു 3 ലിഗമെൻ്റ് ഉണ്ട്. ആൻറ്റീരിയർ ഉണ്ട്, അതുപോലെ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറകിൽ, അതുപോലെ കാൽക്കേനോ ഫിബുലാർ ലിഗമെൻ്റ്, അങ്ങനെ 3 ലിഗമെൻറ്റ്സ് ഉണ്ട് മെയിനായിട്ട് ഇവിടെ. അതിൽ തന്നെ ഈ ആദ്യം മുന്നിൽ കാണുന്ന ലിഗമെൻ്റാണ് വീക്കസ്റ്റ് ലിഗമെൻ്റ്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഇഞ്ചുറി പറ്റുന്നത്. ഫുട്ബോൾ ഇഞ്ചുറി, എനി ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ വരുന്ന ലിഗമെൻ്റ് ഇഞ്ചുറി വരുന്നത് ഈ ലിഗമെൻ്റാണ്. ഓക്കെ, ആൻറ്റീരിയർ ടാലോ ഫിബുലാർ ലിഗമെൻ്റ് എന്ന് പറയും. അത് 3 ഗ്രേഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രെച്ചിങ്, പക്ഷേ പേഷ്യൻറ്റിന് നടക്കാൻ പറ്റും, ചെറിയൊരു പെയിൻ ഉണ്ടാവുള്ളൂ, ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടാവും.
ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ടയർ, പകുതി ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ടാവും. സ്വെല്ലിങ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, പക്ഷെ നടക്കാൻ പറ്റും, പക്ഷെ പെയിൻ ഉണ്ടാവും. ആണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റപ്ചർ ആയിരിക്കും, നല്ല സ്വെല്ലിംഗ് ആയിരിക്കും, നല്ല നീര് വന്നിട്ടുണ്ടാവും. പേഷ്യൻ്റ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നടക്കാം പക്ഷേ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതാണ് ഗ്രേഡ് 3. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 ആണെങ്കിൽ നമുക്ക് ബ്രേസ് ചെയ്യാം. അത് സ്ലാബ് ഇടാതെ ജസ്റ്റ് ഒരു ആംഗിൾ ബ്രേസ് ഉപയോഗിക്കാം. ഒന്ന് റെസ്റ്റ് കൊടുത്താൽ മതി. റെസ്റ്റിങ്, ഐസ് വയ്ക്കാം, പിന്നെ മെഡിക്കേഷൻസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 3 to 6 weeks അങ്ങനെ ചെയ്യാം. ഗ്രേഡ് 2 ആണെങ്കിൽ സ്ലാബ് ഇടുന്നതാണ് വളരെ നല്ലത്, ഇമ്മൊബിലൈസ് ചെയ്യുന്നതാണ് നല്ലത്. അതർവൈസ് അത് റീഇഞ്ചുറി വരാം, അത് ക്രോണിക് പെയിൻ ആവാം. ഗ്രേഡ് 3 ആണെങ്കിൽ മസ്റ്റായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യണം. നമ്മളെ നാടുകളിൽ സാധാരണ കണ്ടുവരുന്ന പ്രോബ്ലമാണ് ഉളുക്കിയതാണ്, പൊട്ടലില്ലല്ലോ, പ്ലാസ്റ്റർ മിക്കവാറും ഒഴിവാക്കുന്നതല്ലേ നല്ലത് പേഷ്യൻസ് പറയും. അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ മിക്കവാറും അവർ നിർബന്ധിച്ച് നമ്മൾ പ്ലാസ്റ്റർ ഇടാതെ വിട്ട് കഴിഞ്ഞാൽ അവർ ബാൻഡേജ് ഉപയോഗിക്കും, അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല, അങ്ങനെ ക്രോണിക് പെയിനായിട്ട് മാറാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ക്രോണിക് പെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഈ സ്പ്രെയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യലി ഇമ്മൊബിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഒരു 6 weeks ഇമ്മൊബിലൈസ് ചെയ്യണം. അതിനുശേഷം ഫിസിയോതെറാപ്പി ചെയ്യണം, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് റീഇഞ്ചുറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടറുടെ OPയിൽ പിന്നെ സാധാരണയായിട്ട് വരുന്ന കേസുകൾ എങ്ങനെ? ആംഗിൾ പെയിനും ഇതായിട്ട് സാധാരണ വരുന്ന കോമൺ കേസുകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനാണ്. ആൻറ്റീരിയർ ടാലോഫിബുലാർ ലിഗമെന്റ് ഇഞ്ചുറി ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ഒരു ആംഗിൾ ഇഞ്ചുറിയിൽ വന്നു കഴിഞ്ഞാൽ മോർ ദാൻ 80% ആളുകളും ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ ലിഗമെന്റ് ഇഞ്ചുറി ഈ ആൻറ്റിയർ ടാലോഫിബുലാർ ലിഗമെന്റ് ഇഞ്ചുറിയാണ് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് ആംഗിൾ സ്പ്രെയിൻ, എന്താണ് അതൊന്ന് വിശദീകരിച്ച് പറയാമോ? സെയിം സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഗമെന്റ് ഇഞ്ചുറിൻ്റെ പേരാണ് സ്പ്രെയിൻ. ഓക്കെ, അത് 3 ഗ്രേഡായിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഒരു സ്ട്രെച്ചിങ് ഉണ്ട്, ജസ്റ്റ് സ്പ്രെയിൻ, പിന്നെ ടയർ ഉണ്ട്, അത് പാർഷ്യൽ ഉണ്ട്, കംപ്ലീറ്റ് ടയർ ഉണ്ട്. അങ്ങനെ 3 ഗ്രേഡായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇതെല്ലാം ഫ്രാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ, എങ്ങനെയാണ് ഇത് വരുന്നത്? ഇനീഷ്യലി ലിഗമെന്റ് ഇഞ്ചുറി വരിക, അത് ലിഗമെന്റ് പൊട്ടിയതിന് ശേഷമാണ് പിന്നെ അത് ബോണ് ഫ്രാക്ചർ ആവുന്നത്. ഓക്കെ, ഇനീഷ്യലി ആ ട്വിസ്റ്റിംഗ് ഫോഴ്സിൽ ഇനീഷ്യലി ലിഗമെന്റ് പൊട്ടും, അതിന് ശേഷമാണ് ബോണ് ഫ്രാക്ചർ ആവുന്നത്. ചില സന്ദർഭങ്ങളിൽ ബോൺ ലിഗമെന്റ് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഓവർ ഫോഴ്സിൽ ചില കണ്ടീഷൻസിൽ ബോൺ ഇനീഷ്യലി ഫ്രാക്ചർ ആവും, അപ്പോൾ ലിഗമെന്റ് സ്പെയർ ചെയ്യും. അങ്ങനെ വരുന്ന കണ്ടീഷൻ രണ്ടും അറ്റാച്ച്ഡ് ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക, ഫ്രാക്ചർ ഒന്നും ഇല്ലാണ്ട്, അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് പെയിൻ വരും, അത് സ്വെല്ലിങ്ങും ഒക്കെ ആയിട്ട് വരും. അതിനുള്ള കാരണം എന്തായിരിക്കും? അതിൽ ലോക്കൽ കോസസ് ഉണ്ട്. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള കോസസ് ഉണ്ട്, പിന്നെ സിസ്റ്റമിക് കോസസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള അസുഖങ്ങൾ കൊണ്ട് വരുന്ന കാരണങ്ങൾ കൊണ്ട് ഈ ജോയിൻറ്റിലേക്ക് പെയിൻ വരാം, പിന്നെ റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ കോസസ് എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. ലോക്കൽ കോസസ് ഒന്ന് സൈനോവൈറ്റിസ് വരാം. സൈനോവൈറ്റിസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്, ഇൻഫെക്ഷൻസ്, ട്യൂബർക്കുലോസിസ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഈ സൈനോവൈറ്റിസ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഈ ആംഗിൾ പെയിന് സ്വെല്ലിങ് വരാൻ കാരണം. പിന്നെ വരുന്നതാണ് റേഡിയേറ്റിംഗ് പെയിന്. അതായത് ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഡിസ്ക് പുറത്തേക്ക് തള്ളി ഞരമ്പിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് ആ പെയിന് ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യാം. പലപ്പോഴും അത് ചില സന്ദർഭങ്ങളിൽ ബാക്ക് പെയിൻ ഉണ്ടാവില്ല, ഹീലിൽ മാത്രമേ പെയിൻ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും മിസ്ഡയഗ്നോസ് ചെയ്യും. പ്രോബ്ലം ഇവിടെ മാത്രമാണെന്ന് സസ്പെക്ട് ചെയ്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുക്കും, അപ്പർ സൈഡിൽ ശ്രദ്ധിക്കാതെ പോകാം. അതാണ് ഒരു കാരണം. പിന്നെ വരുന്നത് കുറേ സിസ്റ്റമിക് കണ്ടീഷൻസ് ഉണ്ട്. സിസ്റ്റമിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ബാക്കി ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം കൊണ്ട് ഇവിടെ സ്വെല്ലിങ് വരാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൈറോയ്ഡ് കൂടുതലുള്ള ആളുകൾക്ക് ഈ ആംഗിളിലൊക്കെ സ്വെല്ലിങ് വരാം. ഓക്കെ, ഹോർമോണൽ ചേഞ്ചസ്. പിന്നെ വരുന്നത് കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകൾ, അതുപോലെ നീര് വരാം കാലിൽ, അതുപോലെ ലിവർ ഫെയിലിയർ ഉള്ള ആളുകൾക്ക്. പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ് വാരിക്കോസ് വെയിൻ. വാരിക്കോസ് വെയിനിലും ഇതുപോലെ ആംഗിളിൽ തടിച്ചു വരാറുണ്ട്. ഓക്കെ,
പിന്നെ ലോക്കൽ കോസസിൽ വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പുറകിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് കൊണ്ട് വരുന്ന പെയിൻ. ടെൻഡോക്ലീസ് എന്ന് പറയും. നമ്മുടെ ബോഡിയിലുള്ള സ്ട്രോങ്ങസ്റ്റ് ടെൻഡനാണ് ഈ ടെൻഡോക്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെൻഡോക്ലീസിന് 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ പെയിനെ. ഇൻസേഷണൽ ടെൻഡിനൈറ്റിസ് എന്ന് പറയാം, നോൺ ഇൻസേഷൻ ടെൻഡിനൈറ്റിസ് എന്ന് പറയാം. ഇൻസേഷൻ ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടെൻഡൻ, ആ സ്ട്രോങ്ങസ്റ്റ് ടെൻഡൻ ആയിട്ടുള്ള ടെൻഡോക്ലീസ് ഈ കാലിക്കേനിയം എന്ന ഈ ബോണിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിൻ്റെ പേരാണ് ഇൻസേഷൻ ടെൻഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോൺ ഇൻസേഷനിലുണ്ട്, അതിന് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ടെൻഡിനൈറ്റിസ് വരാം. ഇത് തന്നെ ഈ ക്രോണിക് ആയിട്ട് റിപ്പീറ്റഡ് ട്രോമ വന്നു കഴിഞ്ഞാൽ ഈ ചില ആളുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഈ ഹീലിൻ്റെ പുറകുവശത്ത് ചെറിയൊരു പൊങ്ങിയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും, അവിടെ ചെറിയ ബോണി പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് അത് റിപ്പീറ്റഡ് ട്രോമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റപ്ചർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ആ ഭാഗത്ത്. അത് എസ്പെഷ്യലി ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് റപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് മുകൾ ഭാഗത്ത് റപ്ചർ ചെയ്യുന്ന കണ്ടീഷൻസാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ സിസ്റ്റമിക് ആയിട്ടുള്ള ഡയബറ്റിസ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ, അതുപോലെ സ്റ്റിറോയിഡ് കുറേ കാലങ്ങൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ റപ്ചർ ചെയ്യാം. ഓക്കെ, അങ്ങനെ റപ്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻസ് രോഗിയുടെ ഹെൽത്തിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ യങ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻസേഷണൽ സൈറ്റിലാണ് റപ്ചർ എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്, മസ്റ്റായിട്ട് സർജറി ചെയ്യണം. ഇപ്പോൾ വളരെയധികം പ്രായമുള്ള ആളുകളാണെങ്കിൽ ബാക്കി സർജറിക്കൊക്കെ പ്രോബ്ലങ്ങളുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലാണ് റപ്ചറെങ്കിൽ നമുക്കത് പ്ലാസ്റ്റർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വലിയ എന്തെങ്കിലും അസുഖങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ, ആംഗിൾ പെയിനൊക്കെ ആയിട്ട് വരുന്നത്? ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ IVDP ഡിസ്കിൻ്റെ ഇഷ്യൂ കാരണം താഴോട്ട് പെയിൻ വരാം. പിന്നെ ആ ഭാഗത്ത് വരുന്ന ചെറിയ ട്യൂമറുകൾ വരാം. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു അസുഖമാണ് ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് ഈ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, ആംഗിളിൽ കണ്ടുവരുന്നത് ഈ ഭാഗങ്ങളിൽ കാലിക്കേനിയം എന്ന് പറയുന്ന ബോണിലാണ്. പിന്നെ ഗൗട്ടി ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്ന കണ്ടീഷൻസിലൊക്കെ ഇവിടെ പെയിൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കാരണങ്ങളും അതുപോലെ ട്രീറ്റ്മെൻറ്റ്, മൊബിലൈസേഷൻ, പ്ലാസ്റ്റർ, പിന്നെ സർജറിനൊക്കെ കുറിച്ച് പറഞ്ഞു. ഇതിൽ മോസ്റ്റായിട്ട് വരുന്ന സർജറി എങ്ങനെയാണ്? ഏത് സർജറിയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക? വളരെയധികം കണ്ടുവരുന്നത് നമുക്ക് ആംഗിളിൽ ഫ്രാക്ചറാണ്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിഗമെൻ്റ് സർജറികൾ വളരെ കോമൺ അല്ല, പക്ഷേ ക്രോണിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ലിഗമെൻ്റ് റിപ്പയർ ചെയ്യണം, റീകൺസ്ട്രക്റ്റ് ചെയ്യണം. അത് വേറെ, അതിന് ലിഗമെൻറ്റിന് പകരം വേറെ നമ്മൾ വെച്ച് കൊടുക്കണം. പിന്നെ അക്യൂട്ട് ട്രോമ, ഈ ഫ്രാക്ചറിൻ്റെ കൂടെ തന്നെ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ മേജറായിട്ടൊരു സർജറി ഇപ്പോൾ എടുത്തു കഴിഞ്ഞല്ലോ, വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് സക്സസ് ആവുകയും ചെയ്തു, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ? അതൊരു പോളിട്രോമ പേഷ്യൻ്റ് ആയിരുന്നു. ആ പേഷ്യൻ്റ് വന്ന സമയത്ത് പേഷ്യൻ്റ് ഷോക്കിലായിരുന്നു. അതായത് BP എല്ലാം ഡൗൺ ആയി, പേഷ്യൻ്റ് ഓൾമോസ്റ്റ് BP ഫീൽ ചെയ്യുന്നില്ല, പൾസ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു, അതുപോലെ BP റെക്കോർഡബിൾ അല്ലായിരുന്നു. ആ ഒരു പേഷ്യൻ്റ് ഇനീഷ്യലി റിസസിറ്റേറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് ഫീമർ എന്ന് പറഞ്ഞ ബോണുണ്ടല്ലോ, തൈ ബോൺ, അത് ഷാറ്റേഡ് ആയിരുന്നു. പ്രോക്സിമൽ ഭാഗത്ത്, മുകൾ ഭാഗത്തുള്ള ബോണെല്ലാം ഷാറ്റേഡ് ആയിരുന്നു. അതുപോലെ താഴെയുള്ള ബോണ്, അത് മുട്ടിന് താഴെയുള്ള ബോണും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ എൽബോ, ഷോൾഡർ എല്ലാം കൂടെ ഒരു പോളിട്രോമ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം അത് എത്ര സമയം എടുത്തു അത് സർജറിക്ക് വേണ്ടി? സർജറിക്ക് 2 സ്റ്റേജ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ പോളിട്രോമ പേഷ്യൻസിന് എല്ലാം കൂടി സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്യാൻ പാടില്ല ആക്ച്വലി. ഇപ്പോൾ ഇനീഷ്യലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ആദ്യം ചെയ്യാം, ലോവർ ലിംബാണ്, അത് കാലിൻ്റെയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ കാലിൻ്റെ ആദ്യം ചെയ്തു, പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് ഒരു 3 days കഴിഞ്ഞിട്ടാണ്, 3 to 4 days ആണ്, ഐ തിങ്ക് 4 days ആണെന്ന് തോന്നുന്നു. 4th day ആണ് നെക്സ്റ്റ് സർജറി ചെയ്തത്. പേഷ്യൻ്റ് ആക്ച്വലി ഈ കേരളയിട്ട് ആയിരുന്നില്ല, പുറത്തുള്ള പേഷ്യൻ്റ് ആയിരുന്നു, കർണാടക.
നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ചികിത്സയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇനി അതിന്റെ പ്രിവെൻഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഇത്തരത്തിൽ അസുഖം ഒരു വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടത് ഹീൽ പെയിനെ കുറിച്ചായിരുന്നു. അതെ അതെ, മടമ്പ് വേദന. മടമ്പ് വേദന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഓക്കെ, അപ്പോൾ ഹീൽ പെയിൻ ആണ് ഒ പിയിൽ വരുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പെയിനുള്ള പേഷ്യൻസ് വരുന്നത്. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഇതിന് ഈ ഫൂട്ടിൻ്റെ അടിയിൽ ഈ കാൽക്കേനി എന്ന് പറയുന്ന ബോണും പിന്നെ ഒരു ആർച്ച് ഫോൺ ഉണ്ടാവും, പാദത്തിന് ഒരു ആർച്ച് ഉണ്ടാവും. ഈ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫേഷ്യ ഉണ്ടാവും, ഒരു തിക്കായിട്ടുള്ളൊരു പാട പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഇലാസ്റ്റിക് ബാൻഡ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് പ്ലാന്റാർ ഫേഷ്യ. അതിൻ്റെ ഇൻഫ്ലമേഷൻ വരുന്ന ഒരു കണ്ടീഷനാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കുറച്ച് ടൈറ്റ് ആകുമ്പോഴാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. അതാണ് ഒരു കാരണം, മോസ്റ്റ് കോമൺ ആയിട്ട് ഹീൽ പെയിനുള്ള കാരണം അതാണ്. പിന്നെ വരുന്നത് ആ ഭാഗത്തെ ഫാറ്റ് ചുരുങ്ങിപ്പോകുന്ന കണ്ടീഷൻ, അത് അട്രോഫി എന്ന് പറയും. പിന്നെ ഈ ഭാഗത്ത് ബോണിൻ്റെ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും, ഹീൽ സ്പർ. ഇതൊക്കെയാണ് അതിനുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒബീസിറ്റിയാണ്. ഒബീസിറ്റി, പിന്നെ എക്സസൈസ് കുറവുള്ള ആളുകൾ, ബോൺ സ്ട്രെങ്ത് കുറവുള്ള ആളുകൾ, പിന്നെ ക്രോണിക് ആയിട്ട് സ്റ്റിറോയിഡ് ഇൻടേക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് ഹീൽ പെയിൻ കണ്ടുവരുന്നത്. പിന്നെ ഫുട്വെയർ, പ്രോപ്പർ ഫുട്വെയർ ഉപയോഗിക്കാത്ത ആളുകൾ, ഹൈ ഹീല് വരുന്ന സമയത്തും ഹൈ ഹീലില് കൂടുതലും ഈ സോഫ്റ്റ് ഹീൽ ഉപയോഗിക്കാത്ത ആളുകൾക്ക്, പിന്നെ ഈ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ, നോർമൽ ചപ്പലൊക്കെ ഇട്ട് പോകുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഹീൽ പെയിൻ വരുന്നത്. നമുക്ക് ഇനി അതിന്റെ പ്രിവെൻഷനെ കുറിച്ച് കൂടെ പറയാല്ലേ. ഹീൽ പെയിൻ പ്രിവെന്റ് ചെയ്യാവുന്നത് റെഗുലർ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെഗുലർ എക്സസൈസ് ചെയ്യണം. പിന്നെ ഫുട്വെയർ, പ്രോപ്പർ ഫുട്വെയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ജോഗിങ്, റണ്ണിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിൽ പ്രോപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റണ്ണിങ് ഷൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ജോഗ് ചെയ്യാനും അതുപോലെ പിന്നെ ഓടാനൊക്കെ പോകുന്ന റെഗുലർ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ചെറിയ പെയിൻ വരുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാവുന്നത് നൈറ്റിൽ യൂഷ്വലി നമ്മളെ ഫൂട്ട് കുറച്ച് താഴോട്ട് ഇങ്ങനെ ആയിട്ടായിരിക്കും, റിലാക്സ് പൊസിഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് സ്പ്രിൻ്റ് എന്ന് പറയും. നൈറ്റിൽ നമ്മൾ ആംഗിൾ 90 ഡിഗ്രിയിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പ്ലിൻറ്റ് യൂസ് ചെയ്യാം, അത് ചെയ്യാം. പിന്നെ മോർണിംഗിൽ എണീക്കുന്ന സമയത്ത് തന്നെ ഫുട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് എണീക്കാം. ഇതൊക്കെയാണ്. തലയണ പൊക്കി വെക്കുക അങ്ങനെ വല്ലതും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണോ? തലയണ പൊക്കി വെക്കുന്നതുകൊണ്ട് ആക്ച്വലി ഹീലായിട്ട് ഉണ്ടാവണമെന്നില്ല, ഹീൽ പെയിന് റിലീഫ് ഉണ്ടാവണമെന്നില്ല ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രിവെൻഷൻ ആയിട്ട് വരുന്നത്. ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടർ, കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ആംഗിൾ പെയിന് അതുപോലെ ഹീൽ പെയിന്. ഡോക്ടർ അതിൻ്റെ ഏറ്റവും വിശദമായിട്ട് തന്നെ സ്ട്രക്ചർ, കാരണങ്ങൾ, പിന്നെ ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദമായി നമ്മളോട് സംസാരിച്ചു. ഒരുപാട് നന്ദി ഡോക്ടർ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് മറ്റൊരു ഡോക്ടറുമായി വീണ്ടും കാണാം. ബൈ.